അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ച് ചൈന ഇറാനിലേക്ക് അതീവ രഹസ്യമായി ആയുധങ്ങൾ വീണ്ടും എത്തിച്ചു തുടങ്ങി. പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ അത്തരത്തിലുള്ളതാണ്. പ്രശസ്ത കമന്റേറ്ററായിട്ടുള്ള മാരിയോ നൌഫൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയും വിവരങ്ങളുമാണ് ഇപ്പോൾ ഈ ഒരു സംശയങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. 4 ചൈനീസ് കാർഗോ വിമാനങ്ങൾ ഇറാനിലെ ടെഹ്റാനിൽ അതീവ രഹസ്യമായി ലാൻഡ് ചെയ്തിരിക്കുന്നു. തങ്ങളുടെ യാത്രാ വിവരങ്ങളും ലൊക്കേഷനും പുറം ലോകം അറിയാതിരിക്കാൻ വിമാനത്തിലെ ട്രാൻസ്പോണ്ടറുകൾ പൂർണ്ണമായും ഓഫാക്കിയാണ് ഇവ പറന്നു വന്നത്. അതായത് എന്തോ ഉടായ്പാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് യാദൃശ്ചികമല്ലെന്നും കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെയുള്ള ഒരു നീക്കമാണെന്നും ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാനിലേക്ക് യാതൊരുവിധ ആയുധങ്ങളും നൽകില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് നൽകി തൊട്ടടുത്ത ദിവസമാണ് ട്രാൻസ്പോണ്ടറുകൾ പോലും ഇല്ലാതെയുള്ള ഈ സംശയാസ്പദമായ ലാൻഡിംഗ് നടക്കുന്നത്. എന്നാൽ ഇറാനെ സഹായിക്കുന്നുവെന്ന ആരോപണങ്ങൾ ചൈന പാടെ നിഷേധിച്ചിരിക്കുകയാണ്. ഇത്തരം വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാനുമായിട്ടുള്ള സാറ്റലൈറ്റ് സഹകരണവും അവർ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ 4 കൂറ്റൻ കാർഗോ വിമാനങ്ങളുടെ ട്രാൻസ്പോണ്ടറുകൾ ഒരേ സമയം ഓഫായത് കേവലം ഒരു സാങ്കേതിക തകരാറാണെന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല. ഒരു അല്പം നർമ്മത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിപണിയിലെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത പോലെ തന്നെയാണ് അവരുടെ ഈ ഒരു വാദങ്ങളും എന്ന് പറയേണ്ടി വരും. അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ചൈന ഇറാനെ സഹായിക്കുന്നതായി നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ചൈന ഇതിൽ ഇടപെട്ടാൽ പ്രത്യാഘാതം അതിഗുരുതരമായിരിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ വന്നിരുന്നു. ഏപ്രിൽ 7 വാഷിംഗ്ടണും ടെഹ്റാനും പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുകയും ചെയ്തിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി വീണ്ടും തുറന്നു കൊടുത്തു എന്ന വാർത്ത ആഗോള വിപണിക്ക് ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇറാനെതിരെയുള്ള ഉപരോധം തുടരും എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വശത്ത് ചർച്ചകളും മറുവശത്ത് ഉപരോധങ്ങളും നടക്കുമ്പോൾ ഒരു വലിയ യുദ്ധത്തിന്റെയും അനിശ്ചിതത്വത്തിന്റെയും ഭീതിയിലാണ് ലോകം. ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ പിന്തുടർന്ന് നിഗൂഢമായി ഇറാനിൽ ഇറങ്ങിയ ഈ ചൈനീസ് കാർഗോ വിമാനങ്ങൾ വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ്. സത്യത്തിൽ ചൈന അവിടെ ഇറക്കിയത് എന്താണ്? വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കാൻ പോകുന്ന വാർത്തകൾ ഒരുപക്ഷെ ലോകത്തെ ആകെ മാറ്റി എഴുതിയേക്കാം. ന്യൂസ് ഡെസ്ക്.